ഹായ് ഹലോ കൊട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റമദാനൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ റമദാനിലെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മൾ നോമ്പുതുറൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. മദീന സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യാനുണ്ട്, അത് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതിനിടയിലാണ് നോമ്പിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയിട്ടോ, അതാണ് ലേറ്റ് ആവാൻ കാരണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഉടനെ സെക്കൻഡ് പാർട്ട് ഇടാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ ഇത് ആ ടൈമിനാവോ, മാത്രമല്ല ഞാൻ ഇവിടെ അല്ലേ, നാട്ടിലല്ലല്ലോ. നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള ഒരു ടെൻഷനൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമുക്ക് സ്നാക്സിനുള്ള പ്രിപ്പറേഷനിലാണ്. സമൂസയാണ് ഉണ്ടാക്കുന്നതും, നമ്മളെ മെയിൻ താരം സമൂസയാണല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ വേവിക്കാണ് കേട്ടോ. മസാല കൂട്ടിയിട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഗരം മസാലയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ മസാല കൂട്ടേണ്ടത്. അതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഇൻഗ്രീഡിയൻസും പിന്നെ സമൂസയ്ക്കുള്ള ഫില്ലിങ്ങിനും കൂടെയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ മൊത്തത്തിൽ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ സമൂസ ഫില്ലിങ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നും ചെയ്യുന്ന അതേ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇന്ന് ഫോളോ ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ ഒരു സമൂസ ഫില്ലിംഗ് റെസിപ്പി കഴിഞ്ഞ റമദാനിലൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെ ഫോളോ ചെയ്തിട്ടുള്ളതും. ഇപ്പോൾ കൂടുതലായിട്ട് ഞാനിതിൽ കാണിക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് സവാളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മസാല പൗഡറൊക്കെ ആഡ് ചെയ്യാം. കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കറിവേപ്പില ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഇഷ്ടംപോലെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇത്തിരി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കറിവേപ്പില എല്ലാം എന്ത് ഇതില്ലേ അങ്ങനെ ശീലമായിപ്പോയി. അങ്ങനെ നമ്മൾ മസാല പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അങ്ങനെ ഇത്തിരി ഉപ്പ് ആവശ്യത്തിന്. ഞാൻ ഇത്തിരി യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ആവശ്യത്തിന് അവനവൻ്റെ ഇതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളൻകിഴങ്ങും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. നമ്മൾ മിക്സിയിൽ ഇത് ക്രഷ് ചെയ്തപ്പോൾ നല്ലപോലെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മളെ നാട്ടിലെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് സമയത്ത് പണി കൂടുതലുള്ള സമയം ഇതാണല്ലോ. ഇതിൻ്റെ ചോപ്പർ, മിക്സി, അങ്ങനെ എല്ലാ ഐറ്റംസും അല്ലാണ്ട് അങ്ങ് മിസ് ചെയ്ത ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചൂടാറാൻ വെക്കിയിട്ട് അതിനിടയിൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആക്കുകയാണ്. അതിൽ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വഴന്നതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി മസാല നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത്തിരി ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ചിക്കൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ചിക്കൻ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെ നല്ല സോഫ്റ്റാണ്, നല്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി വിസിലൊക്കെ അടിച്ചിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മളെ പരിപാടിയൊക്കെ ആയപ്പോഴേക്കും 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഒന്ന് വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ പത്തിരിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ വേവിക്കാൻ വെച്ചിട്ട് പത്തിരിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പൊടി പത്തിരിക്ക് മാത്രം വലിയ കുഴപ്പമില്ല. അതും പത്തിരി പരത്തിയിട്ട് വേണം ചുട്ടാൻ. അപ്പോൾ കുറച്ച് സോഫ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ സോഫ്റ്റ് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഇത്തിരി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ഉണ്ടാവും. എന്നാലും നമ്മൾ കുറച്ച് നേരമൊക്കെ വെക്കുമ്പോൾ ബലം വെച്ച് ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ വാട്ടി കുഴച്ച് നന്നായിട്ട് കുഴക്കുന്ന ഒരു ആവശ്യമില്ല. എത്രേ സമയം കുഴച്ച് കഴിഞ്ഞാലും അതേ ഒരു ലെവലിൽ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ.
അങ്ങനെ നമ്മളെ പത്തിരി പരിപാടി കഴിഞ്ഞു. പത്തിരി പരിപാടി കഴിഞ്ഞാൽ തന്നെ ഒരു ടെൻഷൻ ഒഴിവായി പോയില്ലേണല്ലേ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പത്തിരി ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് പരിപാടി ചെയ്യും. അപ്പോൾ പത്തിരി പരിപാടി കഴിഞ്ഞ് ഉമ്മ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനതിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോഴേക്കും നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ സമൂസ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ ഫില്ലിങ്ങൊക്കെ ഏകദേശം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് തേങ്ങ അരക്കണം കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ തേങ്ങ വറുത്ത് കൊണ്ടുവന്നതുകൊണ്ട് ആ പരിപാടിയൊക്കെ ഇങ്ങോട്ട് ഈസി ആയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സമൂസ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ തുടങ്ങിയതുകൊണ്ട് നമ്മൾ പരിപാടികളെല്ലാം കുറച്ച് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6 മണി ആയപ്പോഴേക്കും ഏകദേശം എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ജ്യൂസ് അടിക്കാനും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയിലാണ്. അപ്പം ഇനി ജ്യൂസ് അടിക്കണം കേട്ടോ. പുതിന ലെമൺ ജ്യൂസാണ് നമ്മൾ അടിക്കുന്നത്. ലെമണ്, പുതിന, പിന്നെ പഞ്ചസാര, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നാരങ്ങ പിഴിഞ്ഞിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മളതിനെ കട്ട് ചെയ്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. ആ സ്പോട്ടിൽ കുടിക്കുന്നതുകൊണ്ട് തന്നെ അല്ലാണ്ട് കയ്പും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് ടേബിൾമേൽ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഷോപ്പിൽ നല്ല തിരക്കാണ് ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് മോനും നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബറാത്ത് നോമ്പ് അവനെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേകതയും കൂടി ഇന്നത്തെ നോമ്പിനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളെ ഫസ്റ്റ് നോമ്പുതുറ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.